ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ കുറച്ച് നാളിന് മുമ്പ് ഒരു വഖഫ് അമെൻമെൻറ്റ് ആക്ട് ഉണ്ടായിരുന്നു. അതിപ്പോൾ പാസ്സായിട്ട് ഏകദേശം 1 കൊല്ലമായി. പക്ഷേ ആ വഖഫ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ഇതേ പ്രതിപക്ഷം തന്നെ പറഞ്ഞിരുന്നു ഒരു സമുദായത്തിൻ്റെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകാനുള്ളൊരു ആക്ടാണെന്നൊക്കെ. പക്ഷേ അത് കാരണം ഇന്ത്യയിലുള്ള ഒരാളുടെയും ഒരു ലാൻഡും പോയിട്ടില്ല. അതുപോലെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അത് കൊണ്ടുവന്നപ്പോഴും ഇന്ന് ഈ ബളമുണ്ടാക്കുന്നവർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് ഒരു സമൂഹത്തിലുള്ളവരുടെ സിറ്റിസൺഷിപ്പ് പോകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലുള്ള ഒരു പൗരൻ്റെയും സിറ്റിസൺഷിപ്പ് ഒന്നും പോയിട്ടില്ല. പക്ഷേ അയൽ രാജ്യങ്ങളിലുള്ള ചില പ്രോസിക്യൂട്ടഡ് ആയിട്ടുള്ള മൈനോറിറ്റീസിന് ഇന്ത്യക്ക് അഭയം കൊടുക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി. അതുപോലെ ഈ FCRA ആക്ട് കൊണ്ടുവന്നതും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പേർ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരുപാട് ബോർഡർ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം കാശ്മീരും പഞ്ചാബും നോർത്ത് ഈസ്റ്റിലും ഇവിടെയൊക്കെ ഒരുപാട് NGOകൾ, ചിലതൊക്കെ ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ളതും ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള NGOകളുമാണ്. പക്ഷെ അവർ ഫോറിൻ ഫണ്ട് വാങ്ങിക്കുന്നു. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളല്ല അതിന് ഉപയോഗിക്കുന്നത്. അതിന് ഒരുപാട് നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരുപാട് ദേശവിരുദ്ധമായ പല കാര്യത്തിലും ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ ഇപ്പം ഒരു ബിസിനസ് ചെയ്യുന്നവരായാലും ഒരു ഇൻഡിവിജ്വൽ ആയാലും ഒരു കോർപ്പറേറ്റ് ആയാലും അവർക്ക് പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ ചില നോംസ് ഉണ്ട്. അതുപോലെ NGOസിനും പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരുമ്പോൾ NGOയുടെ ബൈലൈൻസിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിന് മാത്രമേ ഫണ്ട് ഉപയോഗിക്കാവൂ. പക്ഷേ അതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ലൈസൻസ് ക്യാൻസൽ ആകും. അത് റിയാലിറ്റിയാണ്. പക്ഷെ ഇതെല്ലാം പല കാരണങ്ങൾ കണ്ടുകൊണ്ട് ഇതൊരു ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി കൺസേൺ കാരണം കൊണ്ടുവന്ന ഒരു ബില്ലാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മതത്തിനെതിരെയോ ഇത് ഒരു മതത്തിനെ അല്ലെങ്കിൽ മതങ്ങളെ ടാർഗറ്റ് ചെയ്യാനോ ഒന്നും കൊണ്ടുവന്ന ഒരു ബില്ലേ അല്ല. ഇതിന് മറ്റ് കൺസേൺസ് ആണുള്ളത്. പക്ഷെ ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് കാരണം ഇന്ന് പണ്ട് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് പറഞ്ഞ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചവർ, അതുപോലെ വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ കുറിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ച അതേ പ്രതിപക്ഷം ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയൊരു നിയമം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുറിച്ച് പലർക്കും കൺസേൺസ് കാണും. അവരുമായിട്ട് നമ്മൾ സംവദിക്കും. കാര്യങ്ങൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. തീർച്ചയായിട്ടും അവരുമായിട്ട് നമ്മൾ അവരുടെ കൺസേൺസ് എല്ലാം നമ്മൾ എന്തുകൊണ്ട് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കും. തീർച്ചയായിട്ടും അവർക്ക് അതിന്ന് 100% നമ്മൾ നല്ല ഉദ്ദേശത്തോടെ കൂടിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അവർക്ക് അത് കഴിയുമ്പോൾ മനസ്സിലാകും.